ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന തന്റെ വീട്ടിലേക്ക് പോകുന്നതിനെ എതിർത്ത് സംസാരിക്കുകയാണ് ദേവയാനി. ആ സമയത്ത് മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട്, അതെന്താ നീയും എതിർത്ത് സംസാരിക്കുന്നത്? നീ കല്യാണം കഴിഞ്ഞ് വന്നിരുന്ന അവസരം നിന്റെ അച്ഛനെയും അമ്മയെയും വേർവിട്ട് നിൽക്കുന്നത് നിനക്ക് നല്ല വിഷമായിരുന്നു. നീ പലപ്പോഴായിട്ട് നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്താ മോൾക്കൊരു നിയമം നിനക്കൊരു നിയമമാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും മോള് പോയിട്ട് വായോ, മോളൊരു ദിവസം നിൽക്കണമെങ്കിൽ നിന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദർശിനോടായിട്ട് മുത്തശ്ശൻ പറയാണ്, അതെ, അച്ഛനായാലും അമ്മയായാലും പറയുന്നത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് പ്രതികരിക്കണം, അത് കേട്ട് നിൽക്കല്ല ചെയ്യേണ്ടത് എന്ന് ആദർശിനോടായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്. അതിനുശേഷം നയനയും ആദർശും അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ദേവയാനിയുടെ ഉപദേശിക്കൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ. അതിനുശേഷം രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ആദർശിന്റെ ബാഗ് നയന കൊടുക്കുന്നുണ്ട്, ഇന്ന് ആദർശേട്ട എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ താങ്ക് യു ഒക്കെ പറഞ്ഞ് അത് മേടിച്ച് തന്റെ കാറിലേക്ക് കയറാൻ നിൽക്കാണ്. അപ്പൊ നയനയാണെങ്കിൽ ആദർശിനെ തന്നെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. നയന മനസ്സിൽ വിചാരിക്കാണ്, ഈ ആദർശേട്ടൻ എന്നെ എന്താ ഒന്ന് വിളിച്ചാല്, കാറിൽ കയറാൻ എന്താ ഒന്ന് പറഞ്ഞാല് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതേ സമയത്ത് ആദർശ് ചിന്തിക്കുകയാണ്, ഇവൾക്ക് എന്താ എന്നോടൊന്ന് ചോദിച്ചാല്, എന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോട്ട് എന്നൊന്ന് ചോദിച്ചാൽ എന്താ? അങ്ങനെ രണ്ടുപേരും മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാണ്. ആദർശ് കാറിൽ കയറുന്നുണ്ട്. അതിനുശേഷം എന്തായാലും വിളിച്ചേക്കാം, ഇനിയിപ്പോ വെയിറ്റ് ഇട്ടിരുന്നിട്ട് കാര്യമില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതിയിട്ട് നീ പോരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നയന ആ ഉണ്ട് എന്ന് പറഞ്ഞ് വേഗം തന്നെ കാറിൽ കയറാണ്. അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഇത് എന്നോടൊന്ന് ചോദിച്ചാല്? അപ്പോ നയന പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, ആദർശേട്ടന്റെ കാറാണിത്, അതുകൊണ്ട് ഞാൻ വലിഞ്ഞു കയറി വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവരങ്ങനെ യാത്ര തുടരുന്നുണ്ട്. അതേ സമയത്ത് പിന്നീട് കാണിക്കുന്ന ഭാഗം നവ്യ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്റെ റൂമിൽ ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വയറൊക്കെ കാണിക്കുന്ന രീതിയിൽ ഫ്രണ്ടൊക്കെ വല്ലാതെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ്. അപ്പൊ അത് പെട്ടെന്ന് തന്റെ റൂമിലേക്ക് അഭി വരുന്നുണ്ട്. അപ്പൊ അഭി ആദ്യം നവ്യയെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും പിന്നീട് കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കാണ്. ഇവളെന്താ ഈ വക ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണേ എന്ന് ചിന്തിക്കുന്നുണ്ട്. അതേ സമയത്ത് എന്തായാലും ഇവളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടേക്കാം, അപ്പോഴാണ് ഇവൾ എൻ്റെ ജീവിതത്തിൽ നിന്നായാലും ഈ വീട്ടിൽ നിന്നായാലും പുറത്തു പോകുള്ളൂ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന സമയത്ത് നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അഭി, ഞാൻ നീ വരാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു, എങ്ങനെയുണ്ട് എൻ്റെ ഈ ഡ്രസ്സ് എന്ന് ചോദിക്കുന്ന സമയത്ത്, നന്നായിട്ടുണ്ട്, ഞാൻ നിന്നെ തന്നെ നോക്കി നിൽക്കായിരുന്നു, നിനക്കെന്താ ഇതുപോലത്തെ ഡ്രസ്സ് മുന്നേ ഇട്ടാ പോരെ, നീ നിനക്ക് ഇതാണ് കൂടുതൽ ചേരുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭി അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നവ്യയെ. അത് കേൾക്കുന്ന നവ്യക്ക് ഒരുപാട് സന്തോഷാവാണ്. പിന്നീട് നവ്യയോടായിട്ട് അഭി പറയുന്നുണ്ട്, അതെ, നീ ഇപ്പോൾ എയ്ഡ്സിലൊക്കെ അഭിനയിച്ച് വരുമ്പോൾ നീ വലിയ പ്രശസ്തിയൊക്കെ ആവും, അപ്പോൾ എന്നെ മറക്കോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും ഇല്ല, ഞാൻ എത്ര വലിയ നിലയിലെത്തിയാലും എൻ്റെ ഭർത്താവ് നീ തന്നെയാണ്, നിന്നെ ഞാൻ ഒരിക്കലും വിട്ട് കളയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിനക്ക് ഒരു ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ, നമ്മുടെ കുഞ്ഞ് നിന്റെ വയറ്റിലുണ്ടല്ലോ, അതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ആദ്യ മാസമല്ലേ അഭി, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഷേപ്പൊക്കെ മാറും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇപ്പൊ നമുക്കൊരു കുഞ്ഞ് വേണ്ടായിരുന്നില്ലേ എന്ന് നിനക്ക് തോന്നുന്നില്ലേ എന്ന് അഭി ചോദിക്കുന്നുണ്ട് നവ്യയോടായിട്ട്. ആ സമയത്ത് ഒരിക്കലും മനസ്സിലിങ്ങനെ വിചാരിക്കണം, ഒരിക്കലും ഞാൻ നിന്റെ കുഞ്ഞിന്റെ അമ്മ ഇപ്പോൾ ആവില്ല, ഞാൻ എന്തായാലും അതിന് തയ്യാറല്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പറയാണ്. ഒരിക്കലും ഇല്ല അഭി, നിന്റെ കുഞ്ഞിനെ എനിക്ക് ഉദരത്തിൽ ചുമക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശും നയനയും കൂടി കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് നയനയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചോദിച്ചേ എന്ന് ചോദിക്കുകയാണ്. ഒരു അത്ഭുതത്തോടു കൂടിയാണ് നയന അങ്ങനെ ചോദിക്കുന്നത്. ആ സമയത്ത് ആദർശ് പറയാനല്ല, നിന്റെ വീട്ടിലേക്ക് നിൽക്കാം, നീ പൂവല്ലേ, അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ബേക്കറി സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണോ എന്ന് ചോദിച്ചതാണ്. ഒന്നും വേണ്ട എന്ന് നയന പറയുകയും ചെയ്യാണ്. അതേ സമയത്ത് പറയുന്നുണ്ട്, അല്ല, എന്താ നിന്റെ ഉദ്ദേശം, നീ ഈ പോക്ക് അങ്ങനെ പോയി അവിടെ സ്ഥിരം നിൽക്കാനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, എന്താ ഞാൻ അത്രയ്ക്ക് ശല്യമായി തുടങ്ങിയോ എന്ന് നയന ചോദിക്കുന്നുണ്ട് തിരിച്ച് ആദർശിനോട്. പിന്നല്ലാതെ എന്നിങ്ങനെ ആദർശ് പറയുമ്പോൾ, അതെ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട, ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരികെ വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിന്റെ മുഖത്ത് വലിയ സന്തോഷം ഉണ്ടല്ലോ, നീ നിന്റെ അച്ഛനെയും അമ്മയും കാണുന്ന സന്തോഷമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ തന്നെയാണ് ഭർത്താവിന്റെ വീട്ടിൽ എന്ത് വലിയ അനുഗ്രഹം ഉണ്ടായാലും എന്ത് വലിയ കാര്യങ്ങളായാലും സ്വന്തം വീട്ടിൽ തന്നെയാണ് അവർക്ക് സുഖം എന്നൊക്കെ പറഞ്ഞങ്ങനെ നയന സംസാരിക്കുന്നുണ്ട്. അല്ല, നിന്റെ ചേച്ചിക്ക് നിന്റെ വീട്ടിലേക്ക് പോകണമെന്നൊന്നും ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നയന പറയാണ്, ഓരോ വ്യക്തിക്കും ഓരോ താല്പര്യമല്ലേ ആദർശേട്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ഡ്രസ്സ് ഇട്ടിട്ട് നവ്യ അവിടെ ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ അഭിയും
അതുപോലെ തന്നെ ജലജയും കൂടി വരികയാണ്. എന്താണ് ഈ കാണിക്കുന്നത്, അവൾക്ക് പ്രാന്തെങ്ങാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ജലജ അഭിയോടായിട്ട്. അത് അങ്ങനെയൊക്കെ തന്നെ നിൽക്കട്ടെ, എന്നാലും അവൾ ഈ വീട്ടിൽ നിന്ന് പോവുള്ളൂ എന്ന് അഭിയും പറയുന്നുണ്ട്. അങ്ങനെ അവർ മാറി നിന്നുകൊണ്ട് ഇവളുടെ ഈ കോപ്രായങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അതേ സമയത്ത് അവിടേക്ക് അനിയുടെ അമ്മ വരികയാണ്. അനിയുടെ അമ്മ ഈ ഒരു വേഷം കണ്ട് ആകെ അന്തം വിട്ടു നിൽക്കുന്നുണ്ട്. എന്താ നവ്യ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ അമ്മായി, എങ്ങനെയുണ്ട് എൻ്റെ വേഷം, നല്ല ഭംഗിയില്ലേ, സൂപ്പർ ആയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നിന്നോട് ആരെ ഈ വേഷം ഇടാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് എന്തേ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു വൃത്തിയില്ല, നീ ഇങ്ങനത്തെ വേഷമൊന്നും ഈ വീട്ടിൽ ധരിക്കാൻ പാടില്ല, നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. നീ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ച് അനിയുടെ അമ്മ അങ്ങനെ പറയണ സമയത്ത് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നവ്യക്ക്. ഇവർക്ക് കുശുമ്പാണ് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് എന്തായാലും അമ്മായിക്കൊന്നും ഈ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല, അമ്മായിയുടെ ബോഡി ഷേപ്പ് ഒന്നും അങ്ങനത്തെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനിയുടെ അമ്മയെയും കളിയാക്കുന്നുണ്ട് നവ്യ. അങ്ങനെ അനിയുടെ അമ്മ അവിടെയൊന്നും പോവാണ്. പിന്നീട് വീണ്ടും കാണിക്കുന്നത് ആദർശം നയനയും പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. അതേ സമയത്ത് നിന്റെ അച്ഛനെയും അമ്മയും കാണുന്ന നിനക്ക് സന്തോഷമാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ എനിക്ക് മറ്റൊരാളെയും ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാരെയാണെന്ന് ചോദിക്കുമ്പോൾ അതുണ്ട് ഒരാളെ, പക്ഷേ അത് ഞാൻ പറയില്ല എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അതെന്റെ സ്വന്തം ഭർത്താവാണെന്ന് എന്തായാലും ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ് നിങ്ങളത് കേൾക്കില്ല എന്ന് ചിന്തിക്കുകയാണ്. അതേ സമയത്ത് ഒരു പൂക്കാരി ഇവരുടെ കാറിന് നിർത്താണ്. അപ്പോൾ അവർ നിർത്തുന്ന സമയത്ത് പണ്ട് ഈ പൂ വിൽക്കാൻ വേണ്ടി വന്നൊരു സ്ത്രീ ആയിരുന്നു അത്. ഇവർക്ക് പരിചയമുള്ളൊരു സ്ത്രീ തന്നെയാണ്. അന്ന് ആദർശ് ആ പൂക്കാരിയുടെ കയ്യിൽ നിന്നും പൂവൊന്നും വാങ്ങിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. അപ്പോൾ ആദർശാണ് കാറിലെന്നറിഞ്ഞ ആ പൂക്കാരി പറയുന്നുണ്ട്, അയ്യോ സാറേ, എനിക്ക് തെറ്റിപ്പോയി, ഞാൻ സാറാണെന്ന് വിചാരിച്ചില്ല, സാർ പൊക്കോ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, പൂ വിൽക്കാനുള്ളതല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ അതേ എന്ന് പറയുന്നു. അപ്പോൾ എത്ര മുഴത്തിനെന്നൊക്കെ ചോദിക്കുമ്പോൾ സാറ് പൊക്കോ, സാർ എൻ്റെ പൂവൊന്നും വാങ്ങിക്കണ്ട എന്ന് പറയാണ്. അപ്പം മുഴത്തിന് എത്രയെന്ന് പറയുമെന്ന് പറയുമ്പോൾ 50 രൂപ എന്ന് പറയുന്നു. എങ്കിലൊരു 5 മുഴം കൂടി എടുത്തോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യയുമായിട്ടുള്ള പിണക്കൊക്കെ മാറുകയോ എന്ന് ആ പൂക്കാരി ചോദിക്കുകയാണ്. അതേ സമയത്ത് ആ പൂവ് വാങ്ങിയിട്ട് ആദർശ് നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നയനയെ അങ്ങനെ ആ പൂക്കാരിയുടെ ഒന്നും പോവുകയാണ്. അപ്പോൾ നയനയാണെങ്കിൽ ആ പൂവ് തൻ്റെ തലയിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പുഞ്ചിരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഭാഗം നവ്യയാണെങ്കിൽ അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ വേറെ നമ്മുടെ മുത്തശ്ശിയുടെയും ദേവയാനിയുടെ അരിയിലേക്ക് വരുന്നുണ്ട്. ദേവയാനിയും നവ്യയെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവ്യയുടെ ഈ വേഷം കാണുമ്പോൾ ദേ വരുന്നു നോക്കി എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയോടായിട്ട്. അപ്പം മുത്തശ്ശി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന കാഴ്ച കാണുന്നത് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരുന്നതാണ്. അപ്പോൾ അവർ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് വേഷാടി നവ്യ ചെയ്തിട്ടുള്ളത്, നീ ഒരു കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയല്ലേ, നിന്നോട് ആരെ ഈ വേഷം ധരിക്കാൻ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു നിൽക്കുന്ന സമയത്ത് അനിയുടെ അമ്മ അവിടേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജലജയും അബിയും വരികയാണ്. അപ്പോൾ അബിയോടായിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീയാണോ ഇവൾക്ക് ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനല്ല എന്ന് പറയുന്നു, അവൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറയുന്നുണ്ട് അബി. അതേ സമയത്ത് നിന്റെ മുത്തശ്ശൻ ഇതൊന്നും കാണണ്ട, എന്തായാലും ഈ ഡ്രസ്സ് ഇവളോട് അഴിച്ചു വെക്കാൻ പറയുമെന്ന് പറയുമ്പോൾ അതിനെ തർക്കിച്ച് നിൽക്കുകയാണ് നവ്യ. ഒരിക്കലും ഇല്ല, ഇത് നല്ല ഭംഗിയുണ്ട്, നിങ്ങൾക്കൊക്കെ അസൂയാണെന്നുള്ള രീതിയിൽ നവ്യയും സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു തർക്കത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.